പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ആനുവൽ ഇവാലുവേഷൻ 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസർ കീയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നോക്കാം. ആക്ടിവിറ്റി 1 റീഡിംഗ് കോംപ്രഹെൻഷൻ. താഴെ ഒരു പാരഗ്രാഫ് നൽകിയിരിക്കുകയാണ്. അത് റീഡ് ചെയ്ത് അതിന് താഴെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഷിബിൻ, a 12-year-old boy from a poor family lived in a small hut near a stream. എന്താണ്? ഷിബിൻ എന്ന് പറയുന്ന 12 വയസ്സുള്ള ഒരു കുട്ടി, ഒരു പാവപ്പെട്ട ഫാമിലിയിലുള്ള ഒരു കുഞ്ഞ് വീട്, ഹട്ട് പോലെയുള്ള കുടിലിൽ താമസിക്കുന്ന അരുവിയുടെ അടുത്തുള്ള ഒരു കുഞ്ഞ വീട്ടിലാണ് അവൻ താമസിക്കുന്നത്. എവറി മോർണിംഗ് ആഫ്റ്റർ ഹെൽപ്പിംഗ് ഹിസ് മദർ ഹി യൂസ്ഡ് ടു ഗ്യാദർ സാപ്ലിങ്സ് ഫ്രം ദ സറൗണ്ടിങ്. അവന് എല്ലാ ദിവസവും രാവിലെ അമ്മേനെ സഹായിച്ച ശേഷം അവൻ്റെ അടുത്തൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞ് ചെടികളൊക്കെ അവൻ കളക്ട് ചെയ്യും. ഹി പ്ലാന്റഡ് ദം എലോങ് എ ഡസ്റ്റി റോഡ് സൈഡ്. എന്നിട്ട് എന്ത് ചെയ്യും അവൻ? റോഡ് സൈഡിലായിട്ട് ഇതൊക്കെ പ്ലാന്റ് ചെയ്യും. പീപ്പിൾ ലാഫ്ഡ് അറ്റ് ഹിസ് എഫേർട്ട് ആൻഡ് കോൾഡ് ഇറ്റ് ചൈൽഡിഷ്. ആൾക്കാരൊക്കെ അവനെ കളിയാക്കി. എന്താണ്, എന്ത് നിന്റെ ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കി. ഷിബിൻ സൈലന്റ്ലി കണ്ടിന്യൂഡ് ഹിസ് വർക്ക് വിത്ത് കെയർ. അവനൊന്നും മിണ്ടാതെ എന്ത് ചെയ്തു? അവന്റെ വർക്ക് തുടർന്നുകൊണ്ടേയിരുന്നു. ഇയേഴ്സ് പാസ്ഡ്, ദ റോഡ് സൈഡ് ചേഞ്ച്ഡ്. കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആ റോഡ് സൈഡ് ചേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങി. ദ സാപ്ലിംഗ് ഗ്രൂ ഇൻ ടു ബിഗ് ട്രീസ്. ആ ചെടികളൊക്കെ വളർന്ന് വലിയ മരങ്ങളായിട്ട് മാറി. പ്രൊവൈഡിങ് കൂൾ ഷെയ്ഡ്. എല്ലാവർക്കും നല്ല തണല് കൊടുത്തു. ബിയറിങ് സ്വീറ്റ് ഫ്രൂട്ട്. അതുപോലെ നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്തു. ട്രാവലേഴ്സ് റെസ്റ്റഡ് ബിനീത്ത് ദം ആൻഡ് ചിൽഡ്രൻ ഷെയർഡ് ദ ഫ്രൂട്ട്സ്. ട്രാവലേഴ്സ് ഒക്കെ അതിൻ്റെ അടിയിൽ വിശ്രമിച്ചു. അതുപോലെ കുട്ടികളൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ ഷെയർ ചെയ്തു. ദ വില്ലേജേഴ്സ് പ്രൈസ്ഡ് ഷിബിൻ. ഷിബിനെ ആ വില്ലേജേഴ്സ് പ്രൈസ് ചെയ്തു. ദ റിയലൈസ് ദ പുവർ ബോയ്സ് സിമ്പിൾ ആക്ട് ഹാഡ് ഗിവൻ ദം കംഫർട്ട്, ഫുഡ് ആൻഡ് ലാസ്റ്റിംഗ് ഗിഫ്റ്റ് ഓഫ് ഗ്രീനറി. അവന്റെ ആ ഒരു ചെറിയ പ്രവൃത്തി എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് എന്താണ്? ആശ്വാസവും ആഹാരവും അതിനോടൊപ്പം മറ്റുള്ള എന്നും നിലനിൽക്കുന്ന ഒരു പച്ചപ്പും നൽകിയെന്ന് അവർക്ക് തിരിച്ച് അറിഞ്ഞു. അപ്പൊ അവനെ പ്രശംസിച്ചു. ഓക്കെ, ഇനി താഴെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. വേർ ഡിഡ് ഷിബിൻ ലീവ്? എവിടെയാണ് ഷിബിൻ ജീവിച്ചിരുന്നത്? എ സ്മോൾ ഹാറ്റ് നിയർ എ ക്വയറ്റ് സ്ട്രീം. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. രണ്ടാമത്തെ, what did ഷിബിൻ do every morning after helping his mother? അവന്റെ അമ്മയെ സഹായിച്ച ശേഷം അവൻ എന്താണ് ചെയ്തത്? ഹി ഗാതേർഡ് സാപ്ലിംഗ് ആൻഡ് പ്ലാന്റഡ് ദം along the road side. അവൻ എന്ത് ചെയ്തു? അവൻ ഈ ശേഖരിച്ച വെച്ച ചെടികളൊക്കെ ശേഖരിച്ച ചെടികളൊക്കെ റോഡ് സൈഡിൽ കൊണ്ടുപോയി പ്ലാന്റ് ചെയ്തു. ഓപ്ഷൻ സി ആണ് ഉത്തരം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡിഡ് പീപ്പിൾ ലവ് ഷിബിൻ ഇൻ ദ ബിഗിനിങ്? ആദ്യം അവർ എന്തിനാ കളിയാക്കിയത്? അവരുടെ തോട്ട് എന്തായിരുന്നു? ദേ തോട്ട് പ്ലാന്റിംഗ് ട്രീസ് വാസ് യൂസ്ലെസ്. അവൻ ആ ട്രീ പ്ലാന്റ് ചെയ്യുന്നത് വെറും യൂസ്ലെസ് ആണെന്നാണ് അവര് കരുതിയിരുന്നത്. അതുകൊണ്ടാണ് അവരവനെ കളിയാക്കിയത്. നെക്സ്റ്റ്, റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. കുറച്ച് സ്റ്റേറ്റ്മെന്റ് നൽകിയിരിക്കുന്നു. അതിൽ കറക്റ്റ് ആയിട്ടുള്ളത് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഷിബിൻ ബിലോങ് ടു പുവർ ഫാമിലി. അതെ, ഷിബിൻ ഒരു പാവപ്പെട്ട ഫാമിലിയിലെ ആയിരുന്നു. അത് ശരിയായിട്ടുള്ളതാണ്. ഷിബിൻ പ്ലാന്റഡ് സാപ്ലിംഗ് അലോങ് ദ റോഡ് സൈഡ്. ഷിബിൻ ആ ചെടികളൊക്കെ കൊണ്ടുപോയി റോഡിന്റെ സൈഡിൽ നട്ടു. ഷിബിൻ സ്റ്റോപ്ഡ് ഹിസ് വർക്ക് ബിക്കോസ് പീപ്പിൾ മോക്ക്ഡ് ഹിം. ആൾക്കാർ അവനെ കളിയാക്കിയപ്പോൾ അവർക്ക് സ്റ്റോപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. സ്റ്റോപ്പ് ചെയ്തോ? ഇല്ല. അപ്പൊ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദ ട്രീസ് ലേറ്റർ പ്രൊവൈഡഡ് ഷെയ്ഡ് ആൻഡ് ഫ്രൂട്ട്സ്. ആ ട്രീസ് പിന്നീട് അവർക്ക് എന്ത് നൽകി? ഷെയ്ഡും തണലും ഫ്രൂട്ട്സും നൽകി. അതും ശരിയാണ്. അപ്പൊ 1, 2, 4 ആണ് ശരി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അസേർഷനും റീസണും തന്നിട്ടുണ്ട്. അസേർഷൻ എന്ന് പറയുന്നത്, ദ വില്ലേജേഴ്സ് പ്രൈസ്ഡ് ഷിബിൻ ആഫ്റ്റർ സെവറൽ ഇയേഴ്സ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്തു? ഷിബിനെ ആ നാട്ടുകാർ എന്ത് ചെയ്തു? പ്രശംസിച്ചു. റീസൺ എന്തായിരിക്കും? കാരണം സാപ്ലിംഗ് ഹി പ്ലാന്റഡ് ഗ്രൂ ഇൻ ടു ട്രീസ് that gave shade and fruits. അവൻ നൽകിയ സാപ്ലിങ്സ്, അവൻ നട്ട സാപ്ലിങ്സ് ട്രീസിന്റെ അത് വളർന്ന് വലുതായി വലിയ ട്രീ ആയിട്ട് എല്ലാവർക്കും ഷെയ്ഡും ഫ്രൂട്ട്സ് ഒക്കെ നൽകി, തണലും ഫ്രൂട്ട്സ് ഒക്കെ നൽകി. അപ്പൊ ഈ രണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യവും ശരിയാണ് അല്ലേ? എയും ആറും ശരിയാണ്. മുകളിൽ പറഞ്ഞിരിക്കുന്നതിന് കാരണം തന്നെയാണ്, കറക്റ്റ് കാരണമാണ്, എക്സ്പ്ലനേഷൻ ആണ്. ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം.
ആക്ടിവിറ്റി 2 ഇമെയിൽ എഴുതാനാണ്. ആതിര പർച്ചേസ്ഡ് എ ലാപ്ടോപ്പ് ഓൺലൈൻ. ആഫ്റ്റർ 3 months ഇറ്റ്സ് കീബോർഡ് സ്റ്റോപ്ഡ് വർക്കിംഗ്. ആതിര എന്ത് ചെയ്തു? ഓൺലൈനായിട്ട് ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചു. 3 മാസം കഴിഞ്ഞപ്പോൾ അതിന്റെ കീബോർഡ് വർക്കിംഗ് സ്റ്റോപ്പായി. കീബോർഡ് വർക്ക് ചെയ്യാതെ. ഫ്രം ദ ബിൽ ഷീ ഫൗണ്ട് ദാറ്റ് ദ ലാപ്ടോപ്പ് ഹാഡ് 2 years വാറണ്ടി. അവൾ ബില്ല് എടുത്ത് നോക്കിയപ്പോൾ അതിൽ 2 വർഷത്തെ വാറണ്ടി ഉണ്ട്. ഷീ ഇമെയിൽഡ് എ കംപ്ലൈന്റ് ടു ദ കമ്പനി. അവൾ ആ കമ്പനിക്ക് ഒരു കംപ്ലൈന്റ് ഇമെയിൽ ചെയ്തു. അപ്പൊ എങ്ങനെയാണ് ഒരു ഇമെയിൽ തയ്യാറാക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടു എന്ന് പറഞ്ഞാൽ ആർക്കാണ് നമ്മൾ അയക്കണം? നമുക്ക് ഇതിനകത്ത് തന്നെയല്ലേ, ഏതൊരു ലാപ്ടോപ്പ് കമ്പനിയാണ്. അപ്പൊ abc@laptopcompany.com എന്ന് എഴുതുക. സബ്ജക്റ്റ് എന്താണ്? കംപ്ലൈന്റ് റിഗാർഡിംഗ് ഫോൾട്ടി കീബോർഡ് അല്ലേ? കംപ്ലൈന്റ് റിഗാർഡിംഗ് ഫോൾട്ടി കീബോർഡ്. ഇനി എങ്ങനെ എഴുതുന്നത് നോക്കാം. സർ, I am writing to bring to your attention a technical issue with a laptop I purchased from your online store 3 months ago. 3 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങളുടെ ഇതിൽ നിന്ന് വാങ്ങിച്ച എൻ്റെ ലാപ്ടോപ്പിൻ്റെ കീബോർഡ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അതിനെ കുറിച്ച് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇമെയിൽ അയക്കുന്നത്. ദ ലാപ്ടോപ്പ് കീബോർഡ് ഹാസ് സഡൻലി സ്റ്റോപ്പ് വർക്കിംഗ്. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? ഈ ലാപ്ടോപ്പ് എൻ്റെ കീബോർഡ് വർക്കിംഗ് സ്റ്റോപ്പ് ചെയ്തു. മേക്കിംഗ് ഇറ്റ് ഇമ്പോസിബിൾ ഫോർ മീ ടു യൂസ് ദ ഡിവൈസ്. എനിക്കിത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഐ റിക്വസ്റ്റ് യു അറേഞ്ച് ഫോർ എ റിപ്പയർ ഓർ റീപ്ലേസ്മെന്റ് ഓഫ് ദ കീബോർഡ് അറ്റ് ദ ഏർലിയസ്റ്റ്. അത്രയും പെട്ടെന്ന് ഇതെന്തെങ്കിൽ റിപ്പയർ ചെയ്യുകയോ റീപ്ലേസ്മെന്റ് ചെയ്ത് തരികയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് റിഗാർഡ്സ് ആതിരയാണല്ലേ. അപ്പൊ ആതിര അത്ര എഴുതുക. ഇങ്ങനെയാണ് ഇമെയിൽ തയ്യാറാക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി 3 ആണ്. ഒരു ലെറ്റർ ആണ് എഴുതാൻ പറയണേ. ഡോണ്ട് യു റിമെമ്പർ ദ സ്റ്റോറി രഞ്ജീസ് മാജിക് ബാറ്റ്? രഞ്ജീസ് മാജിക് ബാറ്റിന്റെ സ്റ്റോറി നമ്മൾ അറിയാം അല്ലേ? വെൻ രഞ്ജീസ് ഗ്രൂ അപ്പ്, രഞ്ജി വളർന്നു. ഹി വാസ് സെലക്ടഡ് ഫോർ ദ അണ്ടർ-19 നാഷണൽ ക്രിക്കറ്റ് ടീം. അവനെ അണ്ടർ-19 നാഷണൽ ക്രിക്കറ്റ് ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഹി റിമെമ്പേർഡ് മിസ്റ്റർ കുമാർ ഹു എൻകറേജ്ഡ് ഹിം ബിക്കം എ ഗുഡ് ക്രിക്കറ്റർ. അവനെ ഗുഡ് ക്രിക്കറ്റർ ആക്കാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്ത മിസ്റ്റർ കുമാറിനെ കുറിച്ച് അവൻ ഓർത്തു. ഹി റോട്ട് എ ലെറ്റർ ടു മിസ്റ്റർ കുമാർ. അവൻ മിസ്റ്റർ കുമാറിന് എഴുതുന്നുണ്ട്. കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ലെറ്റർ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. എങ്ങനെ എഴുതാം നമുക്ക്? ഡിയർ സർ, ഫ്രം 2 എഴുതണം. ഫ്രം ആരാണ്? രഞ്ജിയാണ്. 2 എന്ന് പറയുന്നത് മിസ്റ്റർ കുമാറാണ്. അപ്പൊ ഡിയർ സർ, ഐ ഹോപ്പ് ദിസ് ലെറ്റർ ടു ഫൈൻഡ് യു ഇൻ ഗുഡ് ഹെൽത്ത് ആൻഡ് സ്പിരിറ്റ്. ആദ്യം അദ്ദേഹത്തിന്റെ ഹെൽത്തിനെ കുറിച്ചൊക്കെ ഒന്ന് ചോദിക്കുക അല്ലേ? ഐ ആം റൈറ്റിംഗ് ടു ഷെയർ സം വണ്ടർഫുൾ ന്യൂസ് വിത്ത് യു. ഞാനൊരു വണ്ടർഫുൾ ആയിട്ടുള്ള ന്യൂസ് പറയാനാണ് എഴുതുന്നത്. ഐ ഹാവ് ബീൻ സെലക്ടഡ് ഫോർ അണ്ടർ-19 നാഷണൽ ക്രിക്കറ്റ് ടീം. എന്നെ എന്ത് ചെയ്തു? അണ്ടർ-19 നാഷണൽ ക്രിക്കറ്റ് ടീമിലേക്ക് തെരഞ്ഞെടുത്തു. അതിനുശേഷം നമുക്ക് എന്തൊക്കെ എഴുതാം? നമുക്ക് എന്താണ് സാറാണ് എന്നെ എൻകറേജ് ചെയ്തത്. യു എൻകറേജ് മീ ടു ബിക്കം എ ഗുഡ് ക്രിക്കറ്റർ അല്ലേ? ഇങ്ങനെ നല്ല ക്രിക്കറ്റർ ആവാൻ സാറാണ് ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ സാറിന് താങ്ക്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പിന്നെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്, വേർഡ്സിൽ എഴുതാവുന്നതാണ്. നെക്സ്റ്റ് ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ ദ സ്റ്റോറി പ്രേയിങ് ഹാൻഡ്സ്, ആൽബർട്ട് വർക്ക്ഡ് ഹാർഡ് ഇൻ ദ മൈൻസ് ഫോർ 4 years ടു സപ്പോർട്ട് ഹിസ് ബ്രദേഴ്സ് എഡ്യൂക്കേഷൻ. നമുക്കറിയാം പ്രേയിങ് ഹാൻഡ്സ് എന്ന് പറഞ്ഞ സ്റ്റോറിയിൽ ആൽബർട്ട് ഒരുപാട് ജോലി, മൈൻസിൽ ഒരുപാട് 4 വർഷത്തോളം ജോലിയൊക്കെ ചെയ്തു അല്ലേ? അവന്റെ ബ്രദറിന്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്. ഹി വാസ് അൺഏബിൾ ടു ഹോൾഡ് എ പെൻ ഓർ ബ്രഷ് ഇൻ ഹിസ് ഹാൻഡ്. അവന് എന്താണ്, അവന്റെ ഒരു പേനയോ ഒരു ബ്രഷോ അവന്റെ കയ്യിൽ പിടിക്കാൻ കഴിവില്ലാത്ത വിധം. സോ ഹി കുഡ്ന്റ് ഫുൾഫിൽ ഹിസ് അംബിഷൻ ടു പേഴ്സ്യൂ ഹിസ് സ്റ്റഡീസ് ഇൻ ദ അക്കാഡമി. പക്ഷെ അവന്റെ അംബിഷൻ അവന്റെ അംബിഷൻസ് ഒന്നും അവന് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. മെനി മെമ്മറീസ് ഫ്ലാഷ്ഡ് ത്രൂ ഹിസ് മൈൻഡ് ഹി റോട്ട് ഹിസ് ഡയറി. അപ്പോൾ അവന്റെ മനസ്സിൽ ഒരുപാട് ഓർമ്മകൾ കടന്നുപോയി. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഡയറി എഴുതാനാണ് പറയണത്. ഡേറ്റ് ടുഡേ മൈ ഹേർട്ട് ഈസ് ഹെവി വിത്ത് ബോത്ത് പ്രൈഡ് ആൻഡ് ലിങ്കറിംഗ് സാഡ്നെസ്. മൈ ബ്രദേഴ്സ് ആർ ഫൈനലി completed his studies in the academy, a dream we both shared. I worked hard in the mines for 4 years to make this possible, and seeing him succeed makes every drop of sweat worth. But I am very happy today. അവൻ്റെ ആഗ്രഹങ്ങളൊന്നും അവന് ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിച്ചില്ല. പക്ഷെ അവൻ്റെ സഹോദരന് വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്തു? മൈനിൽ 4 വർഷത്തോളം ജോലി ചെയ്തു അല്ലേ? അപ്പൊ അവൻ്റെ ഇതിനെക്കുറിച്ച് അവൻ എഴുതുന്ന ഒരു ഡയറി എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞാണ് ദ നാഷൻ ഹോണർ ദ ഉഷ ചോമർ, ദ മാനുവൽ സ്കാവഞ്ചർ വിത്ത് ദ prestigious Padma-Shri award. She received the award from the President of India. The award ceremony reminded her of the long struggle against untouchability and manual scavenging. She made a diary entry that day.
ഉഷ ചോമർ എഴുതുന്ന ഒരു ഡയറി എഴുതാനാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് എഴുതിയേക്കുന്നത്? ഉഷ ചോമർ എങ്ങനെയായിരിക്കും എഴുതുണ്ടാവുക? അവർക്ക് ഇന്ന് ടുഡേ ഈസ് അൺഫോർഗറ്റബിൾ, വാട്ട് എ ഡേ ടുഡേ ഇറ്റ് ഈസ്, ഐ ക്യാൻ ഫോർഗറ്റ് ദിസ് ഡേ ഇൻ മൈ ലൈഫ്. ബിക്കോസ് എന്തുകൊണ്ടായിരിക്കും അവർക്ക് I received the award from the president of I get എന്താണ് a prestigious Padmashri award I received with the award from the president of India. പിന്നെന്തായിരിക്കും? പിന്നെ എന്തൊക്കെ ഉണ്ടാവും അവർ എഴുതുന്നത്? as I held the award, the longest struggle against the untouchability and manual scavenging played back in my mind like a film. There were so many days of humiliation and hardship, but today the nation honored that struggle. The award isn't just for me, it's for every woman who is fighting to break free from the chains of the past. Today I feel truly free. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവർക്ക് എഴുതാം. അതായത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു അഭിമാനകരമായ ദിവസമാണെന്ന്. വെറും ഒരു മാനുവൽ സ്കാവഞ്ചറായിരുന്നു, തോട്ടത്തൊഴിലാളിയായിരുന്നു, എനിക്കിന്ന് എന്ത് ഏറ്റു? ഇന്ത്യയുടെ രാഷ്ട്രപതിയിൽ നിന്നും പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. അപ്പോൾ അൺടച്ചബിലിറ്റിക്കും മാനുവൽ സ്കാവഞ്ചറിങ്ങും തോട്ടത്തൊഴിലിനുമെതിരെ ഞാൻ നടത്തിയ എൻ്റെ ഒരുപാട് പോരാട്ടം എൻ്റെ മനസ്സിലെ സമയത്ത് ഓർമ്മ വരുന്നു. അപ്പം എന്നെ ഈ രാജ്യം ആദരിച്ച ഈ നിമിഷം ഞാൻ എന്ത് ചെയ്യുന്നത് എൻ്റെ ഒരു സ്വപ്നമാണ് എന്നൊക്കെ പറഞ്ഞ് അവർ എഴുതുന്ന രീതിയിൽ ഒരു ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 5 കോൺവെർസേഷൻ ആണ്. ഹോപ്പ് യു റിമെമ്പർ ദ സ്റ്റോറി എ റോബോട്ട് വിത്ത് എ വൈറസ്. റിക്കി റിയലൈസ്ഡ് ഹിസ് മിസ്റ്റേക്ക് ആൻഡ് ബിക്കം ബോയ് വിത്ത് എ മാക്സിമം എഫിഷ്യൻസി. ഹിസ് മദർ വാസ് ഹാപ്പി ടു സീ നീറ്റ്ലി അറേഞ്ച്ഡ് ഹോം. ഷീ അപ്രിഷിയേറ്റഡ് റിക്കി. നമുക്കറിയാലേ റോബോട്ട് വിത്ത് എ വൈറസ് എന്ന് പറഞ്ഞാൽ റിക്കിയുടെ കുറെ ബിഹേവിയറും അവന്റെ റോബോട്ടിന്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാലേ. പിന്നീട് അവൻ അവന്റെ മിസ്റ്റേക്ക് മനസ്സിലാക്കുകയും അവന്റെ വീടൊക്കെ നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്തു അല്ലേ. അപ്പോൾ അവന്റെ അമ്മ അവനെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന ഒരു കോൺവെർസേഷൻ തയ്യാറാക്കാനാണ്. അപ്പൊ അമ്മ എന്തായിരിക്കും? വൗ, ദ ഹൗസ് ഈസ് സോ ക്ലീൻ. വീട് നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നത്. അപ്പൊ റിക്കി എന്താ? യെസ് മാം, ഐ ക്ലീൻഡ് എവറിത്തിങ്. ഞാനെല്ലാം വൃത്തിയാക്കി എന്ന് പറയണം. അപ്പൊ മദർ, ഇറ്റ് ഈസ് സ്പാർക്ലിംഗ്. അത് തിളങ്ങുന്നു. ഡിഡ് യു ഡു ദിസ് അലോൺ? നീ ഇത് ഒറ്റയ്ക്കാണോ ചെയ്തതെന്ന് ചോദിക്കണം. അപ്പൊ റിക്കി, യെസ്, ഐ റിയലൈസ് മൈ മിസ്റ്റേക്ക്. എനിക്ക് എൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞു ഞാൻ. ഐ ഡോണ്ട് വാണ്ട് ടു ബി ലേസി ഇനി പറഞ്ഞു. ഒരിക്കലും ഞാൻ എന്താവില്ല, ഒരു ലേസി ആവില്ല. മദർ, ഐ ആം വെരി ഹാപ്പി ടു ദിസ് റിക്കി. ഇതെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. യു ആർ എ ഗുഡ് ബോയ്. നീ നല്ലൊരു കുട്ടിയാണ്. അപ്പൊ റിക്കി, താങ്ക് യു മാം, താങ്ക് യു മോം എന്ന് പറയാണ്. അപ്പൊ ഇങ്ങനെ ഒരു സിമ്പിൾ കോൺവെർസേഷൻ നിങ്ങൾക്ക് തയ്യാറാക്കാം. രണ്ടാമത്തെ നോക്കൂ. ടോട്ടോ ചാൻ വിഷ്ഡ് ടു ജോയിൻ ദ ട്രിപ്പ് ടു ദ ഹോട്ട് സ്പ്രിംഗ് റിസോർട്ട്. ടോട്ടോ ചാൻ എന്താണ്? ഹോട്ട് സ്പ്രിംഗ് റിസോർട്ടിലേക്ക് ട്രിപ്പിൽ ജോയിൻ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ബട്ട് ഹെർ മദർ ഡിഡ് നോട്ട് ഗിവ് പെർമിഷൻ. പക്ഷെ അവൻ്റെ അമ്മ എന്ത് ചെയ്തില്ല? പെർമിഷൻ കൊടുത്തില്ല. അപ്പൊ ഷീ അപ്രോച്ച്ഡ് ദ ഹെഡ് മാസ്റ്റർ ടു പെർസ്യൂ ഹെർ മദർ. അവള് എന്ത് ചെയ്തു? ഹെഡ് മാസ്റ്ററിനെ സമീപിച്ചവന്റെ അമ്മയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവർ തമ്മിലുണ്ടാവുന്ന ഹെഡ് മാസ്റ്ററും ടോട്ടോ ചാനും തമ്മിൽ ഉണ്ടാവുന്ന കോൺവെർസേഷൻ ആണ്. അപ്പൊ ടോട്ടോ ചാൻ എന്തായിരിക്കും? ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം. എങ്ങനെയായിരിക്കും? ടോട്ടോ ചാൻ പറയും, ഹലോ സർ, ക്യാൻ ഐ ടോക്ക് ടു യു? എനിക്ക് ഇതിനോട് സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഹെഡ് മാസ്റ്റർ, യെസ് ടോട്ടോ ചാൻ, വാട്ട് ഹാപ്പൻ? എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ടോട്ടോ ചാൻ എന്താ പറയണത്? ഒന്നെങ്കിൽ എന്താ പറയാ, ഐ വിഷ് ടു ജോയിൻ ദ ട്രിപ്പ് ടു ദ ഹോട്ട് സ്പ്രിംഗ് റിസോർട്ട് എന്ന് പറയാണ്. അപ്പോൾ വെരി ഗുഡ്, ഇറ്റ്സ് ഗുഡ് വൺ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇത് പറയണം. അപ്പോൾ എന്ത് ടോട്ടോ ചാൻ പറയും? ബട്ട് സർ, മൈ മദർ സെഡ് നോ, ഷീ ഈസ് വറീഡ് അബൌട്ട് മീ. അവൻ്റെ അമ്മ എന്താണ്? അല്ലെങ്കിൽ മൈ മദർ ഡിഡ് നോട്ട് ഗീവ് പെർമിഷൻ. എൻ്റെ മദർ എന്ത് ചെയ്തില്ല? എനിക്ക് പെർമിഷൻ നൽകിയില്ല. ഷീ വറീഡ് അബൌട്ട് മീ. അവർക്ക് എന്നെ കുറിച്ച് വറീഡ് ആണെന്ന് പറയാം. അപ്പൊ ഇറ്റ് മസ്റ്റ് ഡോണ്ട് വറി, ഐ വിൽ ടോക്ക് ടു യുവർ മദർ. ഞാൻ എന്താണ് നിന്റെ അമ്മേനോട് സംസാരിക്കാം എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടോ ചാൻ പറയാണ്, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച് എന്ന് പറയണം. ഓക്കെ എന്നൊക്കെ പറഞ്ഞ് അവര് പിരിയുന്നതായിട്ട് ഒരു സിമ്പിൾ ആയിട്ട് എഴുതാം. അപ്പൊ ഇങ്ങനെ ടോട്ടോ ചാൻ എന്താണ്? ഹെഡ് മാസ്റ്റർ കാണുമ്പോൾ ഹലോ സർ എന്ന് പറയും, ക്യാൻ ഐ ടോക്ക് ടു യു? അപ്പൊ ഹെഡ് മാസ്റ്റർ യെസ്, വാട്ട് ഹാപ്പൻ എന്ന് ചോദിക്കണം. അപ്പൊ ടോട്ടോ ചാൻ എന്താ പറയാ? ഇവിടെ തന്നെ നമുക്ക് ഉണ്ട്, ഐ വാണ്ട് ടു അല്ലെങ്കിൽ ഐ വിഷ് ടു ജോയിൻ ദ ട്രിപ്പ് ടു ദ ഹോട്ട് സ്പ്രിംഗ് റിസോർട്ട്. അപ്പൊ ഹെഡ് മാസ്റ്റർ എന്തായിരിക്കും പറയുന്നത്? ഓക്കെ ഗുഡ്. അപ്പൊ വയർ ഈസ് സാഡ് എന്ന് വേണമെങ്കിൽ ചോദിക്കുന്നത്, എന്താ വിഷമിച്ചിരിക്കണെന്ന് ചോദിക്കാം. അപ്പൊ എന്താ പറയാ? മൈ മദർ ഡിഡ് നോട്ട് ഗിവ് പെർമിഷൻ. ബട്ട് സർ, മൈ മദർ ഡിഡ് നോട്ട് ഗിവ് പെർമിഷൻ എന്ന് പറയാണ്. അപ്പോൾ സാർ എന്താ പറയാ? ഡോണ്ട് വറി, ഐ വിൽ ടോക്ക് ടു യുവർ മദർ. ഞാൻ നിന്റെ അമ്മയോട് സംസാരിക്കാം എന്ന് പറയാം. താങ്ക് യു പറഞ്ഞിട്ട് പോകും. അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഈ കോൺവെർസേഷൻ ഇതിൽ നിന്നൊക്കെ എടുത്ത് എഴുതാവുന്നതാണ്. അടുത്തത്
നമ്മളോട് ടോട്ടോച്ചാനും അല്ല സോറി അതല്ല, എഡിറ്റിംഗ് ആണ് ആക്ടിവിറ്റി. എഡിറ്റിംഗ് എങ്ങനെയാന്ന് നോക്കാം. ലാസ്റ്റ് വീക്ക് ഐ വിസിറ്റ് എന്നാണ് പറയുന്നത്. ഐ വിസിറ്റഡ് ഇ ചേർക്കണം. മൂന്നാർ. ഐ വിസിറ്റഡ് മൂന്നാർ. ഇറ്റ് വാസ് സറൗണ്ടഡ് ഫോർ അല്ല ബൈ എന്നാണ് പറയുന്നത്. സറൗണ്ടഡ് ബൈ ഗ്രീൻ ഹിൽസ് ആൻഡ് ടീ ഗാർഡൻസ്. ദ ക്ലൈമറ്റ് വാസ് പ്ലസന്റ്. പ്ലസന്റ് സ്പെല്ലിംഗ് തെറ്റാണ്. PLEASANT എന്നാണ് എഴുതേണ്ടത്. നെക്സ്റ്റ്, people visited Munnar to enjoy nature and fresh air. Next one എന്താണ് എഴുതേണ്ടത്? It is a place peaceful and a popular tourist destination. Place peaceful എന്നല്ല എഴുതേണ്ടത്. എന്താണ് എഴുതേണ്ടത്? പീസ്ഫുൾ പ്ലേസ് എന്നാണ് എഴുതേണ്ടത്. പീസ്ഫുൾ. ഇതിന് മുമ്പ് പറഞ്ഞുണ്ട് കേട്ടോ, സോറി, ഇവിടെ മിനി ഉണ്ട് കേട്ടോ. ഒന്നുകൂടി നമുക്ക് നോക്കാം. ലാസ്റ്റ് വീക്ക് ഐ വിസിറ്റഡ്, അത് ടെൻസ് ഫോം ആണ്. വിസിറ്റഡ് എന്നാക്കണം. മൂന്നാർ. വിസിറ്റഡ് മൂന്നാർ. ഇറ്റ് വാസ് സറൗണ്ടഡ് ഫോർ അല്ല, അവിടെ പ്രിപ്പോസിഷൻ ആണ്. ബൈ ആക്കണം. ഗ്രീൻ ഹിൽസ് ആൻഡ് ടീ ഗാർഡൻ. ദ ക്ലൈമറ്റ് വാസ് പ്ലസന്റ്. PLEASANT. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ആൻഡ് കൂൾ. മെനി. അവിടെ മെനിക്ക് ഇവിടെ അണ്ടർലൈൻ ഉണ്ടായിരുന്നു. മെനിയുടെ അവിടെ സ്മോൾ ലെറ്റർ ആണ്, അവിടെ ക്യാപിറ്റൽ ലെറ്റർ M ആക്കണം. പീപ്പിൾ വിസിറ്റ് ടു മൂന്നാർ എൻജോയ് നേച്ചർ ആൻഡ് ഫ്രഷ് എയർ. ഇറ്റ് ഈസ് എ പ്ലേസ് പീസ്ഫുൾ അല്ല, പീസ്ഫുൾ പ്ലേസ്. വേർഡ് ഇൻകറക്റ്റ്ലി ആണ് തന്നിരിക്കുന്നത്. ആൻഡ് എ പോപ്പുലർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. പീസ്ഫുൾ പ്ലേസ് എന്നാണ് കീട്ടാണ് മാറ്റേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.